പ്രസവം കഴിഞ്ഞ് പുതിയൊരു അമ്മയാവുന്നത് ഒരു പ്രത്യേക അനുഭവം തന്നെയാണ്. പക്ഷേ അതിനൊപ്പം ഒരുപാട് ശാരീരികമായ ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. ഈ സമയത്തെ ക്ഷീണവും വേദനയും മാറ്റാൻ നമ്മുടെ പണ്ടുള്ളവർ ഉപയോഗിച്ചിരുന്ന ഒരു രീതിയുണ്ട്. അതാണ് ആയുർവേദത്തിലെ വേദുകുളി. അപ്പോ എന്താണ് ഈ വേദുകുളി, ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ നമുക്ക് വിശദമായിട്ട് നോക്കാം. പ്രസവം കഴിഞ്ഞാൽ പിന്നെ ശരീരം മുഴുവൻ ഒരു വേദന, ഒരുതരം പിടുത്തം, വല്ലാത്ത ക്ഷീണം, ഇതൊക്കെ സാധാരണയാണല്ലേ? ഇതിൽ നിന്നൊക്കെ എങ്ങനെ വേഗത്തിലൊന്ന് റിക്കവർ ആവാം എന്ന് നമ്മളെല്ലാവരും ചിന്തിക്കാറുണ്ട്. ഭാഗ്യത്തിന് നമ്മുടെ പരമ്പരാഗത അറിവുകളിൽ ഇതിന് വളരെ നല്ലൊരു പ്രതിവിധിയുണ്ട്. അപ്പോ എന്താണ് ഈ വേദുകുളി? എന്തുകൊണ്ടാണ് പ്രസവശേഷം ഇത് ഇത്ര പ്രാധാന്യത്തോടെ ചെയ്യുന്നത്? ഇതൊരു സാധാരണ കുളിയാണോ, അതോ ഇതിനു പിന്നില് എന്തെങ്കിലും പ്രത്യേക ഗുണങ്ങളുണ്ടോ? നമുക്ക് നോക്കാം. വേദകുളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഈ വേദവെള്ളം തന്നെയാണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ ഇതൊരു സാധാരണ വെള്ളമല്ല. പലതരം ഔഷധ സസ്യങ്ങളും ഇലകളുമൊക്കെ ഇട്ട് നന്നായി തിളപ്പിച്ചെടുക്കുന്ന ഒന്നാണിത്. ഇതിന്റെ പ്രധാന ലക്ഷ്യം പ്രസവശേഷം ശരീരത്തിനുണ്ടാവുന്ന വേദനകളും അസ്വസ്ഥതകളും കുറച്ച് ആശ്വാസം നൽകുക എന്നതാണ്. ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നല്ലേ? ഏറ്റവും പ്രധാനമായിട്ട് ഇത് ശരീരവേദനയും നീർക്കെട്ടും കുറയ്ക്കാൻ ഒരുപാട് സഹായിക്കും. അതുമാത്രമല്ല, ശരീരത്തിലെ രക്തയോട്ടം മെച്ചപ്പെടുത്താനും ഇത് നല്ലതാണ്. അങ്ങനെ വരുമ്പോഴ് ശരീരത്തിനൊരു പുതിയ ഉന്മേഷവും ഊർജവും കിട്ടും. ചുരുക്കി പറഞ്ഞാൽ, പ്രസവത്തിന്റെ ക്ഷീണത്തിൽ നിന്ന് വളരെ പെട്ടെന്ന് സാധാരണ ജീവിതത്തിലേക്ക് വരാൻ ഒരമ്മയ്ക്ക് ഇത് വലിയൊരു സഹായമാണ്. ശരി, അപ്പോ അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിലേക്ക് വരാം. ഈ വേദകുളി എപ്പോൾ തുടങ്ങാം, എത്ര ദിവസം വരെ ഇത് തുടരണം? ഇതിനൊക്കെ കൃത്യമായ നിർദ്ദേശങ്ങളുണ്ട്. സാധാരണ പ്രസവമാണെങ്കിൽ സാധാരണയായി 5-ാമത്തെ ദിവസം മുതൽ വേദകുളി തുടങ്ങാം. ഇനി സിസേറിയൻ ആണെങ്കിൽ ആ മുറിവൊന്ന് ഉണങ്ങാനുള്ള സമയം കൊടുക്കണമല്ലോ, അപ്പോൾ ഒരു 10 ദിവസത്തിനു ശേഷം തുടങ്ങുന്നതാണ് നല്ലത്. സാധാരണയായി 2 ആഴ്ച മുതൽ 1 മാസം വരെ, അതായത് ഒരു 14 മുതൽ 28 ദിവസം വരെയാണിത് ചെയ്യാറ്. പക്ഷെ ഓർക്കണം, ഇതൊരു പൊതുവായ കണക്ക് മാത്രമാണ് കേട്ടോ. ഓരോരുത്തരുടെയും ആരോഗ്യസ്ഥിതി അനുസരിച്ച് ഇതിൽ മാറ്റങ്ങൾ വരാം. ഓക്കെ, അപ്പോ ഇതിന്റെ ഗുണങ്ങളും എപ്പോ തുടങ്ങണമെന്നും നമ്മൾ മനസ്സിലാക്കി. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ വേദവെള്ളം എങ്ങനെയാണ് തയ്യാറാക്കുന്നത്? നമുക്ക് നോക്കാം. വളരെ ലളിതമാണ്. ഇതിന് പ്രധാനമായും 3 ഘട്ടങ്ങളാണുള്ളത്. ആദ്യം തന്നെ നമുക്കാവശ്യമായ ഔഷധസസ്യങ്ങളും ഇലകളുമൊക്കെ സംഘടിപ്പിക്കുക. രണ്ടാമതായി ഇതെല്ലാം കൂടി ഒരു വലിയ പാത്രത്തിലെ വെള്ളത്തിലിട്ട് നല്ലപോലെ വെട്ടിത്തിളപ്പിക്കുക. മൂന്നാമത്തെ സ്റ്റെപ്പ്, ഈ തിളപ്പിച്ച വെള്ളം അന്ന് തന്നെ ഉപയോഗിക്കരുത്. അത് അടച്ച് പിറ്റേ ദിവസത്തേക്ക് മാറ്റിവെക്കണം. അപ്പോഴേക്കും ആ ഔഷധങ്ങളുടെയെല്ലാം സത്ത് വെള്ളത്തിൽ നന്നായി ഇറങ്ങിയിട്ടുണ്ടാകും. അപ്പോ എന്തൊക്കെ ഔഷധങ്ങളാണ് സാധാരണയായി ഉപയോഗിക്കുന്നത്? 4 പാമരപ്പട്ട, ദശമൂലമെന്ന് പറയുന്ന 10ഓളം മരുന്നുകളുടെ ഒരു കൂട്ടുണ്ട്. പിന്നെ നല്ല മണമുള്ള രാമച്ചം, ഇതൊക്കെയാണ് പ്രധാനികൾ. അതോടൊപ്പം നമ്മുടെ പറമ്പിൽ നിന്നൊക്കെ കിട്ടുന്ന പുളിയില, പേരില, മാവില, പപ്പായയുടെ ഇല, ആവണക്കിന്റെ ഇല, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ചേർക്കാറുണ്ട്. നമ്മുടെ നാടൻ അറിവുകൾ എത്രത്തോളം പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്നതാണെന്ന് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണല്ലേ. വെള്ളം തയ്യാറായാൽ മാത്രം മതിയോ? പോരാ, അതുപയോഗിച്ച് കുളിക്കുന്നതിനും അതിൻ്റേതായ ചില രീതികളൊക്കെയുണ്ട്. ശരിയായ ഫലം കിട്ടണമെങ്കിൽ ഈ രീതികൾ കൃത്യമായി പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇതിനുമൊരു 4 ഘട്ടങ്ങളുണ്ട്. ഒന്നാമതായി, കുളിക്കുന്നതിനു മുൻപ് ശരീരത്തിന് അനുയോജ്യമായ ഒരു തൈലം പുരട്ടുക. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച വേദുവെള്ളം ശരീരത്തിന് സഹിക്കാൻ പറ്റുന്ന ഒരു ഇളം ചൂടിൽ ദേഹത്തൊഴിച്ചു കുളിക്കാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ വെള്ളം തലയിൽ ഒഴിക്കരുത്. തല കഴുകാനായിട്ട് വേറെ വെള്ളം ഉപയോഗിക്കണം. കുളി കഴിഞ്ഞാലുടൻ നീരിറക്കം പോലുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കാനായിട്ട് കുറച്ച് രാസ്നാദി ചൂർണമെടുത്ത് നെറുകയിൽ തിരുമുന്നത് ഒരുപാട് നല്ലതാണ്. ഇനി തൈലം പുരട്ടുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്. സാധാരണയായി ധാന്വന്തരം കുഴമ്പ് പോലുള്ള തൈലങ്ങളാണ് ഉപയോഗിക്കാറ്. സിസേറിയൻ കഴിഞ്ഞവരാണെങ്കിൽ ഒരു കാരണവശാലും ആ മുറിവുള്ള ഭാഗത്ത് തൈലം പുരട്ടാൻ പാടില്ല. ആ ഭാഗം പൂർണ്ണമായും ഒഴിവാക്കി വേണം ബാക്കിയുള്ളിടത്ത് പുരട്ടാൻ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ദേഹത്തൊഴിക്കുന്ന വെള്ളവും തലയിലൊഴിക്കുന്ന വെള്ളവും തമ്മിൽ ഒരു പ്രധാന വ്യത്യാസമുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു, ശരീരത്തിൽ സഹിക്കാവുന്ന ഇളം ചൂടുള്ള വേദവെള്ളമാണ് ഉപയോഗിക്കേണ്ടത്. എന്നാൽ തലയിൽ ചൂടുവെള്ളം ഉപയോഗിക്കാനേ പാടില്ല. തല കഴുകാനായിട്ട് സാധാരണ വെള്ളമോ അല്ലെങ്കിൽ രാമച്ചം പോലെയുള്ളവ ഇട്ട് തിളപ്പിച്ച് നന്നായി തണുപ്പിച്ച വെള്ളമോ വേണം ഉപയോഗിക്കാൻ. ഇതുവരെ നമ്മൾ ഗുണങ്ങളെക്കുറിച്ചും ചെയ്യേണ്ട രീതികളെക്കുറിച്ചുമൊക്കെ സംസാരിച്ചു. ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് കടക്കാം. അതായത്, വേദകുളി ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണം? ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ ഏറ്റവും
ഏറ്റവും പ്രധാനപ്പെട്ടതിതാണ്. വെള്ളത്തിന് ഒരു കാരണവശാലും അമിതമായ ചൂടുണ്ടാവരുത്. ചിലരൊക്കെ നല്ല തിളച്ച വെള്ളം ഉപയോഗിക്കുന്നതായി കേട്ടിട്ടുണ്ട്. അത് ഗുണത്തേക്കാൾ കൂടുതൽ ദോഷം ചെയ്യും. ചർമ്മത്തിന് പൊള്ളലേൽക്കാനും മറ്റു പ്രശ്നങ്ങൾക്കും അത് കാരണമാകും. ശരീരത്തിന് താങ്ങാൻ കഴിയുന്ന ഒരു ഇളം ചൂട് അത്രേ പാടുള്ളൂ. ഈ ഒരു വാചകം മാത്രം മതി ഇതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ. ശരിയായ രീതിയിൽ അറിവുള്ളവരുടെ മേൽനോട്ടത്തിൽ ചെയ്തില്ലെങ്കിൽ വേദകുളികൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഗുണങ്ങൾ കിട്ടണമെന്നില്ല. ചിലപ്പോൾ അത് ദോഷകരമായി ഭവിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ. ഇതല്ലാതെ മറ്റു ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഉദാഹരണത്തിന് പനിയോ ജലദോഷമോ മറ്റെന്തെങ്കിലും അസുഖങ്ങളോ ഉണ്ടെങ്കിൽ അന്നത്തെ ദിവസം കുഴി ഒഴിവാക്കുക. പിന്നെ എണ്ണമെഴുക്ക് കളയാൻ സോപ്പ് ഉപയോഗിക്കുന്നതിന് പകരം ചെറുപയർ പൊടി ഉപയോഗിക്കുന്നത് ചർമ്മത്തിന് വളരെ നല്ലതാണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം മറക്കരുത്. കുളി കഴിഞ്ഞാൽ ഉടൻ തന്നെ രാസ്നാദി ചൂർണം നെറുകിയിൽ പുരട്ടുക. ഇതുവരെ പറഞ്ഞ എല്ലാ കാര്യങ്ങളെക്കാളും പ്രധാനപ്പെട്ട, നിർബന്ധമായും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണിത്. വേദുകുളി എന്നത് ഒരു ഔഷധപ്രയോഗമാണ്. അതൊരു വെറും കുളിയല്ല. അതുകൊണ്ട് തന്നെ ഇത് തുടങ്ങുന്നതിനു മുൻപായി ഒരു ആയുർവേദ ഡോക്ടറെ കണ്ട് സംസാരിക്കുന്നത് വളരെ അത്യാവശ്യമാണ്. നിങ്ങളുടെ ശരീരപ്രകൃതി അനുസരിച്ച് ഏതൊക്കെ ഔഷധങ്ങളാണ് വേണ്ടത്, ഏത് തൈലമാണ് ഉപയോഗിക്കേണ്ടത് എന്നൊക്കെ ഒരു ഡോക്ടർക്ക് കൃത്യമായി പറഞ്ഞുതരാൻ കഴിയും. വേദകുളി പോലുള്ള രീതികൾ വെറും പഴയ ആചാരങ്ങളായിട്ട് മാത്രം കാണരുത്. ഇതിന്റെയൊക്കെ പിന്നിൽ തലമുറകളുടെ അനുഭവസമ്പത്തും വ്യക്തമായ നിരീക്ഷണങ്ങളുമുണ്ട്. അപ്പോൾ ഈ ആധുനിക കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മൾ നമ്മുടെ പൂർവികൾ കൈമാറി തന്ന ഇത്തരം അറിവുകൾക്ക് എന്ത് വിലയാണ് നൽകേണ്ടത്? ഇതൊന്ന് ചിന്തിച്ചു നോക്കൂ. നമുക്ക് അടുത്ത തവണ പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.